നമസ്കാരം. അലക്സ് അഞ്ജന ഫുഡി ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യത്തെ ഓണം ചെറിയ രീതിയിലെങ്കിലും എല്ലാവരും ആഘോഷിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമുക്ക് ഒരു മീൻകറി ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ്, എളുപ്പവുമാണ് ചെയ്യാൻ. ഞാനിന്ന് കേരച്ചൂരയാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇച്ചാൻ ഇപ്പോഴും ഓണം കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. ചിപ്സും ഒക്കെ കഴിച്ചങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. അപ്പം ഞാൻ നല്ലൊരു ചട്ടി വെച്ചിട്ടുണ്ട്, കത്തിച്ചു. ഇനി ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റണം. അപ്പം ഈ ചൂടായി ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കത് ഇത്രയും 1 നുള്ള് ഉലുവ, മുഴുവൻ ഉലുവയാണ് ഇടുന്നത്. അതൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിനി ചെറിയ ഉള്ളി ഞാനൊരു 5-6 എണ്ണം വെച്ചിട്ടുണ്ട്. അത് ഒരെണ്ണം വലുത് തന്നെ ഞാൻ രണ്ടായിട്ട് കീറി. പിന്നെ 2 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി 2-3 ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും കൂടെ ആദ്യം ഒന്ന് വഴറ്റണം. അപ്പം ഞാൻ ഉള്ളി ഇടുകയാണ്. രണ്ട് വെളുത്തുള്ളിയും പിന്നെ ആ ചെറിയ കഷ്ണം ഇഞ്ചിയും. അങ്ങനെ ചെറിയ ഉള്ളിയും ആ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴണ്ട് മൂത്ത് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അല്പം കൂടെ ആവട്ടെ, എന്നിട്ട് പൊടി ചേർക്കാം. ഏകദേശം മൂത്ത് തുടങ്ങി, ചെറുതായിട്ട് മൂത്ത് തുടങ്ങി. ഇനി ഞാൻ 1 തണ്ട് കറിവേപ്പില ഇടുകയാണ്. ഏതിനും കറിവേപ്പില നമ്മുടെ നാടൻ കറിക്കൊക്കെ ചേർത്താൽ വളരെ ടേസ്റ്റാണല്ലോ. അപ്പം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടി, അത് 1/2 ടീസ്പൂൺ. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പം എരിവ് കുറച്ചുകൂടെ വേണ്ടവർക്ക് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ബാക്കി 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് ആ പച്ചമണം മാറി ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് ഒന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം അരച്ചെടുക്കണം. പിന്നെ പൊടികളൊക്കെ ഏകദേശം മൂത്ത് തുടങ്ങി. നമ്മൾ കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയാൽ മീൻകറിയുടെ ടേസ്റ്റേ പോവും. ഇനിയൊന്ന് ഓഫ് ചെയ്തിട്ട് 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറിയതിന് ശേഷം അല്പം വെള്ളം ചേർത്ത് നല്ല മഷി പോലെ നമുക്ക് അരച്ചെടുക്കാം. ഓക്കെ, ചട്ടിയിലായതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്ന് വെച്ചാൽ ഓഫ് ചെയ്തതിന് ശേഷം ഇരുന്ന് മൂക്കുവേ. അപ്പം ഏകദേശം നല്ലപോലെ ആറിയിട്ട് വേണം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പം ഇനി ഇതിലേക്ക് മാറ്റാം. ആദ്യം ഇതൊന്ന് വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിക്കുക. അതിന് ശേഷം 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഞാൻ പച്ചവെള്ളം ഉപയോഗിക്കാറില്ല, ഇതിനകത്ത് ഞാൻ തിളപ്പിച്ചാർച്ച വെള്ളം ഒഴിച്ചാണ് അരയ്ക്കുന്നത്. ഇനി ബാക്കി കുറച്ച് പൊടി ഈ ചട്ടി ഇരുന്നാലും കുഴപ്പമില്ല. ഈ ചട്ടി തന്നെയാണ് നമ്മൾ മീൻകറി വെക്കാൻ പോകുന്നത്. അപ്പം ഇതിലോട്ട് മാറ്റി ഇനി ഒന്ന് പൊടിക്കും. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്തൊന്ന് മഷി പോലെ അരച്ചെടുക്കും. ഓക്കെ, അങ്ങനെ ഞാനിതേണ്ട അരപ്പ് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരപ്പിന് തന്നെ നല്ല മണമാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും മുളക് പൊടിയും എല്ലാം ഉലുവയൊക്കെ ഉണ്ടല്ലോ. ഇനി ഈ ചട്ടി വീണ്ടും ചൂടാക്കിയിട്ട് ഈ അരപ്പും ഇട്ട് നമുക്ക് മീൻകറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്നു. കുടംപുളിയും ചേർക്കുന്നുണ്ട്. ഈ അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി വെള്ളവും കൂടെ ചേർത്ത്, ഇത്രയല്ല കേട്ടോ, ഇനി മിക്സിയുടെ ജാറും കൂടെ കഴുകി ഒഴിക്കണം. അപ്പം നല്ല കുറുകിയൊരു ചാറ് വരും. ഇനി ഞാൻ 1 കപ്പ് തിളപ്പിച്ച വെള്ളം, പിന്നെ ഇടുന്നത്
കുടംപുളി അത് ഞാൻ അരമണിക്കൂറോളം കുതിർത്താണ്. ഒരു കുടംപുളിയുടെ കഷ്ണം 2ആയിട്ട് മുറിച്ചതാണേ. പിന്നെ അതിൻ്റെ നീരും കൂടെ ചേർക്കുന്നുണ്ട്. എനിക്ക് അധികം ഒരുപാട് പുളി ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ കഷ്ണം കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഇതൊന്ന് തിളയ്ക്കണം. ഇനി ഞാൻ മിക്സി കഴുകിയ വെള്ളം കൂടെ അല്പം ചേർക്കാനുണ്ട്. ഇത് ചൂടാവട്ടെ. അങ്ങനെ മിക്സി കഴുകിയ വെള്ളം ഞാൻ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒഴിക്കുകയാണ്. ഇനി ഇത് തിളയ്ക്കട്ടെ. അങ്ങനെ നമ്മൾ ഇത് തിളയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നത് തിളച്ച് തുടങ്ങി. മീൻ എപ്പോഴും അരപ്പ് തിളച്ചതിന് ശേഷം ഇടുന്നതാണ് നല്ലത്. ഉളുമ്പ് നാറ്റമൊന്നും വരത്തുമില്ല, പെട്ടെന്ന് ആ പുളി പിടിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ കേരച്ചൂര കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നത് അത് 350 ഗ്രാമോളം ഉണ്ട്. അത് ഇട്ട് കൊടുക്കുകയാണേ. മുള്ളൊന്നുമില്ല, നല്ല നല്ല പീസസാണ്. അങ്ങനെയെല്ലാം മുങ്ങിക്കിടക്കുന്ന പരുവത്തിൽ ഇട്ടു. ഇനി നല്ലപോലെ തിളയ്ക്കട്ടെ. ഇനി അടുത്തൊരു പരിപാടിയുള്ളത്, നമുക്കിനി കുറച്ച് സാധനങ്ങൾ വഴറ്റാനുണ്ട്. അപ്പം ഇവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ, നമുക്കിനി ബാക്കിയുള്ളതൊക്കെ വഴറ്റാം. അപ്പം വഴറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ഇപ്പുറത്തെ അടുപ്പിലോട്ട് ഇതും മാറ്റി വയ്ക്കുകയാണ്. എന്തായാലും ഒരു 10 മിനിറ്റ് വേണ്ടി വരും അതാവാൻ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയൊക്കെ വഴറ്റിയെടുക്കാം. ചട്ടി ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അപ്പം ഇതിലേക്കാണ് നമ്മൾ വഴറ്റാൻ പോകുന്നത്. ചൂടായി തുടങ്ങി. ഞാനിനി ചെറിയ ഉള്ളി ഏകദേശം ഒരു 7 എണ്ണവും, പിന്നെ ചെറിയ സവാളയുടെ ഒരു പകുതി അതും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി നീളത്തിലരിഞ്ഞത് അത് ഏകദേശം 1 ഇഞ്ച് നീളമുള്ള പീസ് നീളത്തിൽ മുറിച്ചാണ്. പിന്നെ 5-6 വെളുത്തുള്ളി 2ആയിട്ട് മുറിച്ചത്. ഇത്രയും കൂടെ ആദ്യം ഒന്ന് വഴറ്റാം. കടുക് ചേർക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഞാൻ കടുക് ഇടാതാണ് വയ്ക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്ക് മുളകും പിന്നെ തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റണം. മുളക് ഞാൻ എടുത്തിരിക്കുന്നത് തൊണ്ടൻ മുളകാണ്. അത് ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി. തൊണ്ടൻ മുളക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ട്രിവാൻഡ്രംകാരുടെ സ്പെഷ്യൽ മുളകാണ്. വലിയ എരിവുമില്ല, എന്നാൽ അത് കഴിക്കാനും വലിയ ടേസ്റ്റാണ്. പിന്നെ ചെറുതായിട്ട് മൂത്ത് തുടങ്ങി. ഞാൻ തൊണ്ടൻ മുളക് അത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ 4ആയിട്ട് ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ഇതുകൂടെ ചേർത്ത് ഒന്ന് വഴറ്റുകയാണ്. തൊണ്ടൻ മുളകില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പച്ചമുളക്. ഇനി ഇതൊന്ന് മൂടി തുടങ്ങുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി, ഒരു തക്കാളിയാണ്, അത് ഞാനിങ്ങനെ നീളത്തിൽ മുറിച്ച് വെച്ചത്. ഈ തക്കാളി വഴറ്റി ചേർക്കുമ്പം അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ആ തക്കാളി കഴിക്കാനും അതെ, ഈ തൊണ്ടമുളകും ഒക്കെ വഴണ്ട് കഴിയുമ്പോഴേ നല്ല മണവും രുചിയുമാണ്. അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് വഴറ്റട്ടെ. ഇനി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഇതെല്ലാം കൂടെ വഴണ്ടു. അതെ, ഈ തക്കാളിയൊക്കെ അങ്ങ് വഴറ്റി അങ്ങ് ഉടഞ്ഞു പോകല്. ആ ഷേപ്പ് ആവശ്യത്തിന് റീറ്റെയിൻ ചെയ്യണം, എന്നാൽ മൂക്ക് അത്യാവശ്യം വഴണ്ട് വരികയും ചെയ്യണം. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ആവശ്യത്തിന്. ഈ ബാക്കി ശകലം ഇരിക്കുന്നത് അവസാനം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഉപ്പ് നോക്കണം. ഞാൻ തീ ഓഫ് ചെയ്യാണ്. അങ്ങനെ മീൻകറി 5 മിനിറ്റോളമായി.
കണ്ടോ കളർ നോക്കിയേ, കഷ്ണമൊക്കെ മുക്കാൽ വേവായി. ഇനി നമുക്ക് ഈ വഴറ്റിയൊക്കെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ 1 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇനി ഒന്ന് നോക്കണം ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത്. ഇനി ഇപ്പുറത്തോട്ട് അടുപ്പിൽ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ അപ്പുറത്തെ അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇവിടെ കത്തിച്ചിട്ട് ഇങ്ങോട്ട് വെക്കുകയാണ്. ഇനി ഉപ്പൊക്കെ നോക്കണം. ഇനി അധികം നേരം വേണ്ട, ഇതിപ്പം ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ചേർന്ന് ഒരു 5 മിനിറ്റ് കൂടെ മതിയാവും. ഇനി നോക്കട്ടെ ഉപ്പും പുളിയൊക്കെ. പുളി കറക്റ്റാണ്, ഉപ്പ് കുറച്ചുകൂടെ വേണം. ഉപ്പ് എനിക്കൊന്ന് 1 ടീസ്പൂൺ കൂടെ മതിയാവും. ഇനി അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. നമുക്ക് മീൻകറി ആയോ നോക്കണ്ടേ? കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് കഷ്ണങ്ങളൊക്കെ വെന്ത് നല്ല പരുവത്തിലിരിക്കുകയാണ്. എന്ത് പെട്ടെന്ന് കറിയായേ. ഇപ്പം തേങ്ങ അരയ്ക്കാതെ വളരെ സ്വാദിഷ്ടമായ മീൻകറി റെഡിയായി കഴിഞ്ഞു. നമുക്കിനി 2 സാധനങ്ങൾ കൂടെ ചേർക്കാനുള്ളൂ. ഒന്ന് ഉലുവപ്പൊടിയും പിന്നെ കറിവേപ്പിലയും. വളരെ ഇഷ്ടമുള്ളൊരു മീൻ കറിയാണ് ഇവിടെ എല്ലാവർക്കും. ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കോളൂ, ഓരോരുത്തരുടെ പരുവം ഉപ്പ് ചേർക്കുന്ന ഓരോ രീതിയിലാണ്. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂണും പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. കറിവേപ്പില അവസാനം ചേർക്കുന്നു. തീ ഓഫ് ചെയ്യുന്നു. ചട്ടി ഇരുന്ന് തിളയ്ക്കുമല്ലോ. പിന്നെ അല്പം ഉലുവാപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കുന്നു. ഇനി കഴിക്കാൻ നേരത്ത് തുറന്നു നോക്കിയാൽ മതി. എന്നാ മണമെന്നറിയോ, ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ കാശ്മീരി മുളക് പൊടിയുണ്ട്, അത്രയ്ക്ക് അങ്ങോട്ട് എരിവുമില്ല. എന്നാൽ എരിവ് നല്ലപോലെ വേണമെന്നുള്ളവർ നമ്മുടെ സാധാ ചില്ലി പൗഡർ ചേർക്കുക. അതും കാശ്മീരിയും കൂടെ മിക്സ് ചെയ്ത് ചേർക്കുക. അപ്പം അങ്ങനെ നമ്മുടെ കറി റെഡിയായി. ഇനി അടച്ചു വെച്ച് നമുക്ക് കഴിക്കാൻ നേരത്ത് തുറന്നു നോക്കാം. കണ്ടോ, കളർ നോക്കി എന്നാ ഭംഗിയാണ്. നല്ല വെന്നൻ്റെ കഷ്ണങ്ങളുമൊക്കെ. ഇനി കുറച്ചുകൂടെ ആറിക്കഴിയുമ്പം ഇനിയും കുറുകും. ഇപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ചോറിലൊഴിച്ച് കഴിക്കാം. ഇഡലി, ദോശ എല്ലാത്തിൻ്റെയും കൂടെ ചേരുന്ന മീൻ കറി. അപ്പം എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. ഞാൻ ചോറ് കഴിക്കാൻ പോവാണ്. മീൻകറിയുടെ മണം അടിച്ചിട്ട് ഇപ്പം തന്നെ കഴിച്ചേ വെക്കുകയുള്ളൂ. ഞാൻ കുമ്പളങ്ങ ഇട്ട് ഒഴിച്ചു കൂട്ടാൻ, അതായത് മോരൊഴിച്ച കറി, പിന്നെ പപ്പായയും പരിപ്പും കൂടെ ചേർത്ത് ഒരു നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. പിന്നെ മീൻകറി, മീൻ വറക്കുന്നുണ്ട്. അപ്പം കഴിച്ചു നോക്കാം. ഉച്ചയ്ക്ക് കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ അടിച്ച് തീർത്തു. ചാറൊക്കെ അങ്ങനെ ഒഴിച്ച് നല്ല ചൂട്. മീൻകറി ഇരിക്കുമ്പോഴല്ലേ കുറച്ചുകൂടെ പിടിക്കുന്നത്. അപ്പം കഷ്ണത്തിലൊക്കെ പിടിച്ചോന്ന് സംശയമാണ്. നോക്കട്ടെ നോക്കി. ഒരു കഷ്ണമൊക്കെ എടുത്ത് പിടിയൊക്കെ പിടിച്ച് ഇങ്ങോട്ട് മാറ്റി കുമ്പളങ്ങ ഇതുമായിട്ടൊക്കെ ഒന്ന് ഇതുമായിട്ടൊന്ന് കുഴച്ച്. ആ മീൻകറിയുടെ ടേസ്റ്റ് നോക്ക്. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. സൂപ്പർ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ആലോചിക്കും ഈ പിന്നണി ഗായകൻ ഇങ്ങനെ തടി വെച്ച് വരുന്നേന്ന്. ഇതാണ് രഹസ്യം. അടിപൊളി. അപ്പം ഇത് രാത്രി ചൂടാക്കി വെച്ചാൽ നാളെയും ഇത് കഴിക്കാം. അപ്പം നല്ലപോലെ പിടിച്ച് നല്ല ചട്ടിയിലൊക്കെ ചോറിട്ട് ഇളക്കി കഴിക്കാൻ ഉഗ്രൻ ടേസ്റ്റാണ്. ഇപ്പം എളുപ്പമാണ് ചെയ്യാൻ. അപ്പം ഈ മീനല്ലാതെ നമുക്ക് നെയ്മീൻ,
അയല, പിന്നെ ദശക്കട്ടിയുള്ള ഏത് മീനും ഇങ്ങനെ ഈ രീതിയിൽ വെക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് യുവർ വീഡിയോ. ബൈ. ബൈ.